നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും വോക്കൽ ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യം അതിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സുവർണ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്റർനാഷണൽ ന്യൂസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. രണ്ട് വൻശക്തി രാജ്യങ്ങളുടെ തലവന്മാർ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. റഷ്യ യുക്രൈൻ വാർ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു വിഷയത്തിന്മേൽ അലാസ്ക മീറ്റ് നടത്തുമ്പോൾ ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തെ വളരെ നിർണായകമായ ഒരു ദിവസമായിട്ടും ഒരു ചർച്ചയുമായിട്ടാണ് കാണുന്നത്. ഇതിൽ എന്ത് തീരുമാനമെടുക്കുന്നു അത് യൂറോപ്പിന്റെ മുമ്പോട്ടുള്ള ഭാവിയെ ക്രിട്ടിക്കലായി ബാധിക്കാൻ പോകുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മറ്റേതൊരു രാജ്യത്തെക്കാളും യൂറോപ്യൻ രാജ്യങ്ങൾ വളരെയധികം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്ന ഈ മീറ്റിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് റഷ്യ യുക്രൈൻ വാർ എന്നുള്ളത്. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈന് മേൽ ആക്രമണം നടത്തുമ്പോൾ റഷ്യ മനക്കോട്ട കെട്ടിയിരുന്നത് എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ ആഴ്ചകൾ കൊണ്ട് യുക്രൈനെ കീഴടക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ റഷ്യയുടേതായിട്ടുള്ള എല്ലാ യുദ്ധ പദ്ധതികളും പാളിയപ്പോൾ യുദ്ധം അത് 3ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ഈ യുദ്ധത്തിലൂടെ യുക്രൈന്റെ 20% ഭൂമി റഷ്യ എടുത്തിരിക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ റഷ്യക്ക് വളരെ വലിയ രീതിയിലുള്ള കനത്ത തിരിച്ചടിയാണ് ഈ യുദ്ധത്തിലൂടെ നേരിട്ടത്. പലപ്പോഴും റഷ്യക്ക് തിരിച്ചടിയായിക്കൊണ്ട് യുക്രൈന്റെ ഭാഗത്തുനിന്ന് കനത്ത രീതിയിലുള്ള ആക്രമണമാണ് റഷ്യൻ ടെറിട്ടറിയിൽ നടന്നിരിക്കുന്നത്. റഷ്യന്റെ സുപ്രധാനപരമായിട്ടുള്ള മേഖലകളിലെല്ലാം കടന്നു കയറി ആക്രമണം നടത്തുവാൻ യുക്രൈന് സാധിച്ചു. വെസ്റ്റിന്റെ വളരെ വലിയ രീതിയിലുള്ള സപ്പോർട്ടും യുക്രൈന് ലഭിച്ചു. അമേരിക്കയുടെ ആയുധം ഇവയെല്ലാം യുക്രൈന്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ യുക്രൈൻ വളരെ അക്രമാസക്തമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പുടിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അദ്ദേഹത്തിന്റെ ഒരു അഭിമാന പ്രശ്നമായി മാത്രവുമല്ല, റഷ്യക്കാർക്കിടയിൽ തന്നെ പുടിൻ എന്ന നേതാവിന്റെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള കോട്ടം തട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ പുടിന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരവസ്ഥയാണ്. അപ്പൊ ഈ അവസ്ഥയിലേക്ക് വന്നു നിൽക്കുമ്പോൾ കാര്യം ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വെസ്റ്റിന് കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പാണ് പുടിന്റെ ഭാഗത്തു നിന്നുള്ളത്. യുക്രൈനെ നിങ്ങൾ ആയുധം കൊടുത്ത് സഹായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൈനികരെ അയച്ചുകൊണ്ട് നിങ്ങൾ യുക്രൈനെ സഹായിക്കുകയാണെങ്കിൽ, റഷ്യയുടെ മണ്ണിനെ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആണവായുധമടക്കമുള്ള ആയുധങ്ങൾ യൂറോപ്പിന്റെ മണ്ണിൽ പ്രയോഗിക്കും എന്നുള്ളതായിരുന്നു പുടിന്റെ ഭീഷണി. അതിന് കനത്ത തിരിച്ചടി എന്ന വണ്ണം നാറ്റോ രാജ്യങ്ങൾ വളരെ വലിയ രീതിയിലുള്ള ഒരു സൈനിക മുന്നൊരുക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മാത്രവുമല്ല, റഷ്യ വളഞ്ഞുകൊണ്ട് നാറ്റോ രാജ്യങ്ങളുടെ സൈനികമായിട്ടുള്ള ഒരു പടപ്പുറപ്പാട് അല്ലെങ്കിൽ അതിന്റെ ഒരു ആസൂത്രണം, ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ കനത്ത പ്രത്യാക്രമണം എന്നുള്ളതാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ യുദ്ധം ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യൂറോപ്പും റഷ്യയും ഒക്കെ ഭയപ്പെടുന്നത്. ഇനി ഒരു പ്രത്യേക കാര്യം പറയുകയാണെങ്കിൽ, ട്രംപ് അദ്ദേഹത്തിന്റെ 2ാമത്തെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്ഷിപ്പിൽ അദ്ദേഹം അതിന്റെ ആ ഒരു ക്യാമ്പയിനിൽ നടത്തുമ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമെന്ന് പറയുന്നത്, താൻ 2ാമതും അധികാരത്തിൽ വരികയാണെങ്കിൽ യുദ്ധങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, താൻ കസേരയിൽ വരുമ്പോൾ തന്നെ റഷ്യ യുക്രൈൻ വാർ അടക്കമുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. അതിനു വേണ്ടിയിട്ട് നയതന്ത്രപരമായിട്ടുള്ള പല ചർച്ചകളും ട്രംപിന്റെ ഓഫീസ് നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രവുമല്ല, ഒരു സൈഡിലൂടെ നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ മറു സൈഡിലൂടെ യുദ്ധം കനക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുൻ എക്കാലത്തെക്കാട്ടിയും വളരെ ശക്തമായ രീതിയിൽ റഷ്യ കീവിനെയും അതിന്റെ ഭ്രാന്ത പ്രദേശങ്ങളെയും എല്ലാം ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിലുള്ള സൈനിക നടപടികൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ വളരെ വലിയ രീതിയിൽ ട്രംപും യൂറോപ്യൻ രാജ്യങ്ങളും അസ്വസ്ഥമായി. ട്രംപ് ഒരു സമയത്ത് പറഞ്ഞത്, റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അടങ്ങുന്ന പാശ്ചാത്യ ശക്തികൾ
റഷ്യക്കെതിരെ കനത്ത രീതിയിലുള്ള സാങ്ഷൻസ് ഏർപ്പെടുത്തും എന്നുള്ളതാണ്. അത് റഷ്യക്ക് മേലുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് പലപ്പോഴും റഷ്യ അതിനെ കരുതി പോന്നിരുന്നത്. റഷ്യക്ക് മാത്രമല്ല, റഷ്യയുമായി വ്യാപാര ബന്ധം നടത്തുന്ന മറ്റു രാജ്യങ്ങൾക്കും ഈ സാങ്ഷൻ ബാധകമാണ്, അല്ലെങ്കിൽ ഈ സാങ്ഷനിൽ അവരെ ഉൾപ്പെടുത്തും എന്നുള്ളത് റഷ്യയെ നയതന്ത്രപരമായിട്ടും റഷ്യയുടെ സാമ്പത്തികപരമായിട്ടുമുള്ള എല്ലാ മേഖലകളെയും പൂട്ടിക്കുവാനുള്ള, അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള നീക്കങ്ങൾക്കെല്ലാം തടയിടുവാനാണ് ഇപ്പോൾ ട്രംപ് റഷ്യക്ക് കൊടുത്തിരിക്കുന്ന ടൈം ലൈൻ ഏകദേശം തീരാറായി. ഈ ടൈം ലൈൻ വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞത് റഷ്യ യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, അമേരിക്കയുമായിട്ടൊരു ഡീലിലേക്ക് വരുന്നില്ല എങ്കിൽ, അമേരിക്ക ശക്തമായ രീതിയിൽ റഷ്യയുടെ മേൽ സാങ്ഷൻസ് ഏർപ്പെടുത്തും. ഈ സാങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ അതിന്റെ സമ്പത്ത് വ്യവസ്ഥ പൂർണ്ണമായി തകർക്കപ്പെടും എന്നുള്ളതാണ് ട്രംപിന്റെ വാണിംഗ്. ഇങ്ങനെ ഇത് സിനാരിയോ ഒക്കെ ആയിരിക്കുന്ന ഒരു സമയത്താണ് ട്രംപും അതേപോലെ തന്നെ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച അലാസ്കയിൽ നടക്കുന്നത്. നേരത്തെ ട്രംപ് വളരെ വലിയ രീതിയിൽ രൂക്ഷമായ വിമർശനമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന് മേൽ ആരോപണങ്ങൾ ചൊരിഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒന്നാമതായി പറയുകയാണെങ്കിൽ, റഷ്യ ഇപ്പോൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തിരിക്കുന്ന യുക്രൈന്റെ 20% ഭൂമിയുണ്ട്. ഈ 20% ഭൂമി എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനപരമായിട്ടുള്ള ഭൂമിയാണ്. ഈ പ്രദേശം റഷ്യയുടേതായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനായിരിക്കും പുടിൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 20% ഭൂമി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭൂമിയാണ്. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം, അതിന് യാതൊരു കപ്പാസിറ്റിയുമില്ല. അതിന്റെ ബാക്കി 80% വരുന്ന ടെറിട്ടറിയെയും കൃത്യമായി ടാർഗറ്റ് ചെയ്യുവാനും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായി ബ്ലോക്കേജ് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തന്ത്രപ്രധാനപരമായിട്ടുള്ള, പിന്നെ ഈ 20% പോയാൽ പിന്നെ യുക്രൈൻ അല്ല. മാത്രവുമല്ല, ഈ 20% ഭൂമി എന്ന് പറയുന്നത് എപ്പോഴും യൂറോപ്പിന് വളരെ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ ഒരു ആവശ്യത്തെ വെസ്റ്റും യുക്രൈനും തള്ളാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു ചർച്ചയുടെ അനന്തര ഫലമെന്ന് പറയുന്നത്, ഈ ഒരു ഒറ്റ ടോക്ക് കൊണ്ട് ഇത് തീരത്തില്ല എന്നുള്ളത് മാത്രവുമല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റഷ്യ വേണമെങ്കിൽ ഈ പറയുന്ന 20% ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ബാക്കി 80% വരുന്ന യുക്രൈന്റെ മണ്ണിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് അംഗീകരിക്കുകയും അവർക്ക് വേണമെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാനും ഒക്കെ റഷ്യ അതിന് തടസ്സം നിൽക്കത്തില്ല. എന്നാൽ അവിടെ വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നേറ്റോയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അസസ് പോയിന്റും യുക്രൈന്റെ മേൽ പിന്നീട് ഉണ്ടാകരുത് എന്നുള്ളതും, നേറ്റോയുടെ സൈനികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റലേഷൻസോ അവരുടെ സൈനികപരമായിട്ടുള്ള സഹായമോ ഇതൊന്നും, മെമ്പർഷിപ്പോ ഇതൊന്നും യുക്രൈന് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും റഷ്യ യുക്രൈനെ ആക്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ റഷ്യ ഈ പറയുന്ന എഗ്രിമെന്റിനെ അംഗീകരിക്കുകയാണെങ്കിൽ, നിരുപാധികം റഷ്യ പിന്മാറിപ്പോവുകയാണെങ്കിൽ, ഈ 20% ഭൂമി വിട്ടുകൊടുത്ത് റഷ്യ തങ്ങളുടെ സൈനികരെയും ആയുധങ്ങളും ഒക്കെ യുക്രൈന്റെ മണ്ണിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ, വെസ്റ്റും അമേരിക്കയൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയുടെ മേലുള്ള മുഴുവൻ സാങ്ഷൻസും ഒഴിവാക്കി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ റഷ്യ ഒരിക്കലും ആ ഒരു കാര്യത്തിനകത്ത് നിൽക്കത്തില്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇരിക്കുന്ന കസേര തന്നെ തെറിക്കാനുള്ള സാധ്യത കൂടുതൽ. കാരണം റഷ്യക്കുള്ളിൽ ഈ യുക്രൈൻ യുദ്ധത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ജനരോക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ ഒരേ വംശജരായിട്ടുള്ള ഈ റഷ്യയും യുക്രൈനും തമ്മിൽ പരസ്പരം പോരടിക്കുന്നതിനോട് അവർ എതിരാണ്. യുക്രൈന്റെ തുടക്കഘട്ടങ്ങൾ, ഈ യുക്രൈൻ റഷ്യ വാറിന്റെ തുടക്കഘട്ടത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്. റഷ്യൻ നഗരങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള പ്രൊട്ടസ്റ്റ്
ഈ യുദ്ധത്തിനെതിരെ റഷ്യൻ വംശജരും റഷ്യയിലെ ജനങ്ങളും ഒക്കെ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ പുടിൻ അത്തരമൊരു മണ്ടത്തരത്തിലേക്ക് നീങ്ങത്തില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഈ 20% ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, നേറ്റോയോ യുക്രൈനോ ഒന്നും അതിനകത്തോട്ട് വരത്തില്ല എന്ന് മാത്രവുമല്ല, പുടിൻ എന്ത് ചെയ്യത്തില്ല, പുടിൻ തന്റെ വാർ സ്ട്രാറ്റജി ഉണ്ട്, ആ സ്ട്രാറ്റജി അദ്ദേഹം അത് വിട്ട് കളിക്കാനുള്ള അദ്ദേഹം ഒരിക്കലും അതിന് നിൽക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയെന്ന് പറയുന്നത് ഒരു പരാജയമാണ്. മാത്രമല്ല, വേണമെങ്കിൽ ഒരുപക്ഷെ ഇതൊരു തുടർ ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചേക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച. ഒരു ചർച്ച തീരുമെന്ന് പ്രതീക്ഷിച്ചതാണ്, അത് 1 അല്ല 2 അല്ല 3 അല്ല 4 എണ്ണം വരെ എത്തിയെന്ന് മാത്രമല്ല, കാര്യമായ രീതിയിലുള്ള യാതൊരു ഇമ്പാക്റ്റും അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. എന്ന് പറയുന്നത് പോലെ ചില ചർച്ചകൾ, ചില ഘട്ടങ്ങളായിട്ടുള്ള ചർച്ചകൾ ഒരുപക്ഷെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കാം. ഈ ഒരു ചർച്ചയുടെ ഔട്ട്കം എന്ന് പറയുന്നത് ഫ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരിക്കും. അത് അമേരിക്കയുടെയും നേറ്റോയ്ക്കും അതേപോലെ തന്നെ യുക്രൈനും ഒരു തരത്തിലും ഗുണം ചെയ്യുന്ന ഒരു ഔട്ട്കം ആയിരിക്കത്തില്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അദ്ദേഹം ഈ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സൈഡ് സോ സ്ട്രോങ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും സ്ട്രാറ്റജി ഒന്നും എവിടെയും അദ്ദേഹം കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല. അതേസമയം നമ്മൾ ട്രംപിനെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തീരുമാനം അടിയറവിന്റെ തീരുമാനമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു തരത്തിലും നാറ്റോയ്ക്കും യുക്രൈനും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും ട്രംപ് വരിക എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇതിന്റെ ആകെ തുക പറയുകയാണെങ്കിൽ 100% ഇത് റഷ്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചർച്ചയായി മാറും എന്നുള്ളതാണ്. അതിന് കാരണമെന്ന് പറയുന്നത് റഷ്യയുടെ യുദ്ധ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 20% വരുന്ന തന്ത്രപ്രധാനപരമായ ഭൂമി റഷ്യക്ക് കൈവശം വെക്കേണ്ടതായിട്ട് വരും. അവർക്ക് അവരുടെ അനക്ഷരയും അവരുടെ ടെറിട്ടറിയോട് കൂട്ടിച്ചേർക്കും. മാത്രവുമല്ല, ബാക്കി വരുന്ന 80% യുക്രൈൻ എന്ന പരമാധികാര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയും ആ രാഷ്ട്രത്തെ ഏകദേശം പാരലൈസ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിൽ ഡീമിലിറ്ററൈസേഷൻ ചെയ്യുകയാണ്. ഈ ഡീമിലിറ്ററൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാം, നേറ്റോ രാജ്യങ്ങളുടെ യാതൊരു വിധത്തിലുള്ള സൈനികവും പരമായിട്ടുള്ള സഹായവും ഇനി യുക്രൈൻ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് കാര്യത്തിൽ റഷ്യ, പ്രത്യേക പുടിൻ അതിനകത്ത് കൃത്യമായ തീരുമാനമെടുക്കും. ഏതെങ്കിലും തരത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ കടന്നുകയറ്റം യുക്രൈനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ശക്തമായ രീതിയിൽ സൈനികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ തിരിച്ചടിക്കാൻ റഷ്യ തയ്യാറാകും എന്നുള്ളതാണ്. അപ്പോൾ യുക്രൈനെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജീവനാഡികളെ മുഴുവനും നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യയുടെ തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. റഷ്യ ഒരിക്കലും സ്റ്റെപ്പ് ബാക്ക് ചെയ്യത്തില്ല. ആ പിടിച്ചടക്കിയ പ്രദേശത്ത് നിന്ന് ഇനി റഷ്യ മാറുമെന്ന് ആരും മനസ്സിൽ കരുതിയും വേണ്ട. അങ്ങനെ മാറാതിരുന്നു കഴിഞ്ഞാൽ ഈ യുദ്ധം തീരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം വെസ്റ്റ് ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള ആയുധ സപ്ലൈ ആണ് യുക്രൈന് കൊടുക്കുന്നത്. കാരണം ആ ഒരു തന്ത്രപ്രധാന പ്രദേശങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ യുക്രൈനെക്കാട്ടിയും കൂടുതൽ ആവശ്യം വെസ്റ്റിന്റെയാണ്. കാരണം വെസ്റ്റ് ഭയപ്പെടുന്നു റഷ്യ ഈ മേഖലയിലൂടെ യൂറോപ്പിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമോ എന്നുള്ളത്. മാത്രവുമല്ല, റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് കീവിന്റെ റെജീം ചേഞ്ച് ആണ്. അവിടുത്തെ ഭരണകർത്താവായിട്ട് സെലൻസ്കിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് ഇപ്പോൾ റഷ്യയുടെ ആവശ്യമാണ്. ട്രംപ് ഇതെല്ലാം അംഗീകരിക്കാനാണ് സാധ്യത. ട്രംപ് ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്തെയില്ല, യുക്രൈനും നാറ്റോയും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഈ പറയുന്ന യുക്രൈനും നാറ്റോയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഈ ഒരു ചർച്ചയിലൂടെ ആടി ഉലയപ്പെടുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, ഇപ്പോൾ ട്രംപ് യുക്രൈന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളും സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും അവസാനിപ്പിക്കുകയും, ഇങ്ങനെ അവസാനിപ്പിക്കുന്നതിലൂടെ യുക്രൈന് ഒരു തരത്തിലും ഈ യുദ്ധത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വരികയും ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ യുക്രൈന്റെ ഭൂമി പിടിച്ചടക്കുകയും യുക്രൈനെ പരിപൂർണമായി തന്നെ കീഴടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വന്ന് എത്താൻ പോകുന്നത് എന്നുള്ളതാണ്
നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ച ഒരു തരത്തിലും യുക്രൈന് ഗുണകരമല്ല എന്നുള്ളതാണ്. ഈ ചർച്ചയ്ക്ക് വേണ്ടി തന്നെ ട്രംപ് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ വളരെ വലിയ ആശങ്കയാണ് യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസിക്കുള്ളത്. നേരത്തെ പല ചർച്ചകളും നടത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും ട്രംപ് വിചാരിച്ച ഇടങ്ങളിൽ ഒന്നും കാര്യങ്ങൾ വന്നെത്തിയില്ല എന്നുള്ളത് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അവർ വിലയിരുത്തുന്ന ഒരു വിലയിരുത്തലുണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് തങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയായി മാറ്റപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ പരിണിത ഫലം. ഇപ്പോ പുടിൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രോ റഷ്യൻ റെജീമിനെ കൊണ്ടുവരണം യുക്രൈനിൽ. യുദ്ധമിനി അവസാനിപ്പിക്കുക, സീസ് ഫയർ വന്നാൽ പുടിൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിനോട് അനുകൂലമായിട്ടുള്ള ഒരു ഭരണകർത്താവിനെ യുക്രൈന്റെ മണ്ണിൽ സ്ഥാപിക്കുക, അദ്ദേഹത്തിന്റെ ഭരണം ഏൽപ്പിക്കുക. അതിലൂടെ റഷ്യക്ക് യുക്രൈനിൽ കടന്നു കയറാനും യുക്രൈന്റെ അധികാര സീമകളിലെല്ലാം കൈകടത്തിക്കൊണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള ആ രാജ്യത്തിന് ഏത് തരത്തിലുള്ള നീക്കങ്ങൾക്കും അതിനെ നിയന്ത്രിക്കുവാൻ റഷ്യക്ക് കഴിയണം എന്നുള്ളതാണ്. ഇനി ഈ ഇത്തരം സാഹചര്യങ്ങൾ തുടർന്ന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പോലും അതും റഷ്യക്ക് ഗുണകരമാണ്. കാരണം റഷ്യക്ക് സഫീഷ്യന്റ് ടൈം കിട്ടുകയാണ് അവർക്ക് ഈ പറയുന്ന യുക്രൈനെ കൂടുതലായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തായാലും ട്രംപിന്റെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് പുടിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ ഉള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത്. ഒരു കാരണവശാലും റഷ്യ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് മാത്രവുമല്ല, ഇന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഈ ഭീഷണിയുടെ അനന്തരഫലമൊക്കെ അനുഭവിക്കുന്നത് പാവപ്പെട്ട യുക്രൈൻ ആ രാജ്യത്തിലെ പൗരന്മാരായിരിക്കും. റഷ്യയുടെ കനത്ത ആക്രമണമായിരിക്കും ഇതിന്റെ പ്രതികാരം എന്നുള്ള രീതിയിൽ യുക്രൈന്റെ മേൽ റഷ്യ അഴിച്ചുവിടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എന്ന് പറയുന്നത് ഒരു ഫ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. ഇത് 100% റഷ്യക്ക് ഗുണകരം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് ഇത് വലിയൊരു സുവർണ അവസരമാണ്. റഷ്യയുടെ അധികാര സീമകൾക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സാമ്രാജ്യത്തെ വികസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കിട്ടുന്നൊരു സുപ്രധാന നിർണായക അവസരമാണ്. അത് റഷ്യ തക്കത്തിൽ വിനിയോഗിക്കുക മാത്രമല്ല, ഇത് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നാശത്തിലേക്കായിരിക്കും ഈ ഒരു ചർച്ച ചെന്നെത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഈ ഒരു ചർച്ചയുടെ അനന്തര ഫലത്തിന്റെ ഏകദേശ സൂചനകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കുന്നത്. അതുവരെ നമുക്ക് ചില സ്വപ്നങ്ങൾ കാണാം. എല്ലാം നല്ലതിനായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ.